അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഒരു മാസം മുമ്പ് ഇവിടെ ഇപ്പോൾ ഈ സെൻസസിനെ പറ്റിയിട്ട് ഈ സെൻസസ് ബുക്കിലല്ലോ ഹിന്ദുളിത വർഗത ആയോഗ എന്താക്കിയിരുന്നെങ്കിൽ എല്ലാ സെൻസസ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഈ സെൻസസ് വളരെ മുഖ്യമായ സെൻസസ് 1931 മാത്രം, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സെൻസസ് ഉണ്ടായിന്. അതിനുശേഷം സെൻസസേ ആയിട്ടില്ല. ഈ സെൻസസിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏത് ജനങ്ങൾ, എങ്ങനത്തെ ജനങ്ങൾ ഇവിടെ കർണാടകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുളിതിട്ട് ഭയങ്കര ബാക്ക്വേർഡിലുണ്ട്, അവർക്ക് റിസർവേഷൻ കൊടുത്തിട്ട് സർക്കാരത്തിൻ്റെ പ്രോവിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, സർക്കാരത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കുന്ന അങ്ങനത്തെ ഒരു സെൻസസ് ഇത്. അപ്പോൾ ഇവിടെ ഈ ഹിന്ദുളിത ആയോഗക്കാർ ഒരു ബുക്ക് റിലീസാക്കിന്. ഈ കർണാടകത്തിൽ എത്ര കമ്മ്യൂണിറ്റി ഉണ്ട്, എത്ര ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ 81 ഗ്രൂപ്പുണ്ട് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി. 79 ഗ്രൂപ്പുണ്ട്. ഈ 79 ഗ്രൂപ്പിൽ നമ്മളെ കൊടകിലുള്ള മുസ്ലിമുകൾ ആരും പെട്ടിട്ടില്ല. അല്ലെങ്കിൽ കൊടകു ജമ്മ മാപ്പിളമാരെന്നോ, അല്ലെങ്കിൽ കൊടവ മുസ്ലിം എന്നോ, അല്ലെങ്കിൽ മാപ്പിള മുസ്ലിം എന്നോ അങ്ങനെ ഏതോ അതിലില്ല. അവർക്ക് കോഡുമില്ല, ഒന്നുമില്ല. അതിനെ പറ്റിയുള്ള ഇവിടെയുള്ള വാർത്തി പോലത്തെ വലിയ വലിയ പേപ്പർ, ഡെയിലി പേപ്പറുകാരിൽ എഴുതിയിൽ ഇങ്ങനെ ഏറ്റവും ഹിന്ദുളിത ജനാംഗ അല്പസംഖ്യാതരിൽ കൊടകിലുള്ള ജമ്മ മുസ്ലിംസ് ഓരോ ഏടിയും വന്നിട്ടില്ല, ഓരോ പേരും ഓരോ കോഡ് നമ്പർ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇവിടെ അല്പസംഖ്യാത്ര ആയോഗത്തിനെ കണ്ടിട്ട് ഞങ്ങൾ ലെറ്റർ എഴുതി കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾക്കൊരു കോഡ് തരണോ, ഞങ്ങളെ ഇതിൽ കൂട്ടണോ, ഞങ്ങൾ ഭയങ്കര ഹിന്ദുളിത ജനാംഗ, ഞങ്ങളെ കുട്ടകാട് പ്രദേശത്തിൽ കൃഷി തന്നെ അവലംബിച്ചിರುವ ജനാംഗ, ഞങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കൂട് തരണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾ വന്ന ലേറ്റായി, ഇപ്പോൾ ആൾറെഡി ബുക്കെല്ലാം പുറത്തായി, കോഡെല്ലാം എല്ലാവർക്കും കൊടുത്ത് നിങ്ങളെ ഞാൻ DC-ക്ക് പിന്നെ അല്പം ഈ ഹിന്ദുളിത വർഗത്തിൽ ആയോഗത്തിന് ഞാൻ ലെറ്ററിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് റിസർവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന മാതിരി ആക്കണമെങ്കിൽ ഞങ്ങൾ കൂട് തരാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ മടങ്ങി വന്നു. അങ്ങനെ ഞാൻ വീരാജപ്പെട്ട് പോയപ്പോൾ, നമ്മളവിടെ പോയപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു സെൻസസ് വരുന്നുണ്ട്, നമ്മൾ ഈ സെൻസസിനെ പറ്റി ഒരു അവയർനെസ്, ഒരു ജാഗ്രത ഉണ്ടാക്കണം നമ്മളെ ഹൗമിന്, നമ്മളെ ജനങ്ങൾക്ക് ഇത് എങ്ങനെ എഴുതണോ, എന്തെഴുതണോ എന്ന് ഒരു അവയർനെസ് ആക്കണമെന്ന് വന്നിട്ട് ഞാൻ പേട്ടയിൽ ഇത് ചോക്കൻടള്ളി സൂഫിയാജി, പിന്നെ ഒരു 10-25 ആളുണ്ടായില്ല, എല്ലാം ചോക്കൻടള്ളി, പിന്നെ ഇവിടെ കുണ്ടിയര, മറ്റേ മാപ്പിളത്തോട്, ഹൈമംഗലോ, എടപ്പലോ, ഇങ്ങനെ ഈ സൗത്ത് കൂറുകിലുള്ളവരെല്ലാം വിളിച്ചിരുന്നു. അങ്ങനെ അപ്പോൾ നോർത്ത് കൊടകിലുള്ളവർ എന്നിട്ട് മമ്മൂക്ക ഉണ്ട്, എക്സൈസ് മമ്മൂക്ക, പിന്നെ നാപ്പോക്കിലെ ഷൗക്കത്താദിക്കൻ്റെ മോന് സലീം, അവരെല്ലാം കൂടിയിട്ട് ഞങ്ങളൊരു പേപ്പർ റിപ്പോർട്ട് കൊടുത്തിരുന്നു. മീറ്റിങ്ങിൽ കൂടിയിട്ട് ഞങ്ങളൊരു ഓപ്ഷൻസ് പറഞ്ഞ് എന്താക്കുന്നത്, എങ്ങനെ എഴുതുന്നത്, നമ്മളെ പേര് നമ്മൾ ഏത് ഗ്രൂപ്പിലുണ്ടാണോ എന്നിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടായി. 3 ഓപ്ഷൻസിൻ്റെ ഒരു ഓപ്ഷൻസ് ജമ്മ മാപ്പിള എന്ന് എഴുതാന്ന്, പിന്നെ ഒരു ഓപ്ഷൻസ് കൊടകു ജമ്മ മാപ്പിള എന്ന് എഴുതാന്ന്, പിന്നെ ഒരു ഓപ്ഷൻസ് കൊടവ മുസ്ലിം എന്ന് എഴുതാന്ന്. ഈ 3 ഓപ്ഷൻസിൽ ഞങ്ങളെ തീരുമാനം കുറേയായിട്ട് 2-3 ഇങ്ങനെ ചർച്ചയിൽ വന്നത് ജമ്മ മാപ്പിള എന്ന് എഴുതുമ്പോൾ ജമ്മ ഇല്ലാത്ത മാപ്പിളമാർ കൊടകിലുണ്ട് എന്ന് പറഞ്ഞ്, കൊടകു ജമ്മ മാപ്പിള എന്ന് പറയുമ്പോൾ അതും അങ്ങനെ ജമ്മ മാപ്പിളമാർ ഈ കുറേ ജമ്മ ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ കൊടവ മുസ്ലിം എന്ന് ഞങ്ങൾ ഒരു ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കി. കൊടവ മുസ്ലിം റിലീജിയൻ എന്ന് പറയുന്ന കോലമിൽ ഇസ്ലാം എന്നും, ജാതി പങ്കട എന്ന് പറയുന്ന കോലമിൽ കൊടവ മുസ്ലിം എന്നും, ബാക്കിയുള്ള ജമ്മ മാപ്പിള എന്നും 3 കോലമുണ്ടതിൽ. പിന്നെ ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷയിൽ കൊടവ മലയാളം എഴുതാലെന്നു എന്ന് അങ്ങനെ തീരുമാനിച്ചു. ഇതെല്ലാം ആക്ച്വലി തീരുമാനിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടകിൽ ഒരു റിസർവേഷന്, ഈ അല്പസംഖ്യാതർ അത്ര ബാക്ക്വേർഡുള്ള നമുക്ക് എന്തെങ്കിലും സർക്കാരത്തിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തിന് ഞങ്ങൾ തീരുമാനിച്ച്. എല്ലാം വളരെ സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ പ്രസ് നോട്ട് വിളിച്ച് മടിക്കേറിൽ അത് പബ്ലിഷായി. പിന്നെ ഹാൻഡ് ബില്ലെല്ലാം എഴുതിയിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു എനിക്ക്. ഹാൻഡ് ബില്ലെല്ലാം എഴുതിയിട്ട് എല്ലാ ജമാഅത്തിലേക്ക് എല്ലാം നാട്ടിലേക്ക് അയച്ച് അതെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര ഖുഷിയായി. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടവ മുസ്ലിം എന്ന് പറയുന്നതിൻ്റെ പറയാൻ കാരണം കൊടകിൽ പണ്ടേ ഉള്ളവരുണ്ട് കൊടവ മുസ്ലിമുകൾ.
ജമ്മ മാപ്പിള എന്ന് പറയുമ്പോൾ കൊടകിൽ ഉള്ള പൂർവികന്മാരിൽ പണ്ടേ ഉള്ളവർക്ക് ജമ്മ ഇല്ലാത്തവരും ഉണ്ട്. അവരും കൊടവ മുസ്ലിങ്ങൾ തന്നെ. ജമ്മ ഇല്ലാത്ത മുസ്ലിം കൊടവ മുസ്ലിം അല്ല, ഒരു കൊടകിലുള്ളവരല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം പണ്ട് കാലത്ത് കൊടക് രാജൻ ജമ്മം കൊടുത്തപ്പോൾ കുറെ ആൾക്ക് കിട്ടിയവരെല്ലാം ജമ്മക്കാരായി, കിട്ടാത്തവരെല്ലാം കൊടവ മുസ്ലിമുകളായി. അതുകൊണ്ടാണ് ഇപ്പോ കേരളത്തിൽ തന്നെ കുറെ പണ്ട് തന്നെ ഉപ്പാന്റെ ഫോർ ഫാദേഴ്സിന്റെ കാലത്തെല്ലാം വന്നിട്ട് ഇവിടെ കൊടകിൽ താമസിക്കുന്നവർ നാപ്പോക്ക്, ചെറിയ പറമ്പ്, അല്ലെങ്കിൽ കൊട്ടമ്പടിന്റെ ചില ഭാഗത്ത്, അല്ലെങ്കിൽ കടങ്ങ്, ഇങ്ങനെയുള്ള ഭാഗത്തെല്ലാം കുറെ മുസ്ലിമുകളുണ്ട്. അതെല്ലാം ഓരല്ല കൊടവ മുസ്ലിം എന്ന് പറയുന്നതിൽ ഞങ്ങളെ അഭിപ്രായത്തിന് തെറ്റല്ല. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓർക്ക് കൊടകിലല്ലാതെ കേരളത്തിന്റെ ഏത് ഭാഗത്തും ഓർക്ക് പ്രോപ്പർട്ടി ആയിട്ട്, പുരയായിട്ട്, കുടുംബമായിട്ട് ഒന്നും ഓർക്കില്ല. ഒരു കൊടകിൽ തന്നെ അവലംബിച്ചവർ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുമ്പോൾ നാപ്പോക്കിലെ ഷൗക്കത്താജി, അയാൾക്ക് എരുമാട് തോട്ടമുണ്ട്. അയാളെ ഉമ്മ അനഫി, ഉപ്പ കേരളക്കാരന് എല്ലാം ഉണ്ട്. അന്ന് അയാൾക്ക് വേറെ ഒരു നാടുണ്ടോ? ഇല്ല, അയാൾക്കൊരു നാടില്ല. അയാളുടെ നാട് ഇതന്നെ, ഈട് തന്നെ പെറ്റുപെടുന്നത്, ഈട് തന്നെ ഉപ്പ, ഈട് തന്നെ ഉമ്മ, എല്ലാം ഈട് തന്നെ. അയാൾക്കും ഇത് ഞാൻ കൊടവ മുസ്ലിം എന്ന് പറയുന്നതിന് അയാൾക്കൊരു ചങ്ക നാണക്കേടില്ല. അയാൾ പറഞ്ഞു, അങ്ങനെ തന്നെ കൊടകിൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, നമുക്കൊരു ഐഡന്റിറ്റി ഗവൺമെന്റ് തരണമെങ്കിൽ അങ്ങനെ തന്നെ പറയണോ, നിങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ എഴുതിക്കണോ, അങ്ങനെ തന്നെ ആക്കുന്ന. അയാളോട് ആദ്യം തന്നെ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ പേപ്പർ റിപ്പോർട്ട് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അയാളുടെ മോന് അയാളെല്ലാം കൂടി അങ്ങോട്ട് പണി കൊടുത്തിന് ഇത് എല്ലാം നാട്ടുകാരോട് പറയിക്കാനും നാട്ടുകാർക്ക് അവയർനെസ് ജാഗ്രത മൂടിക്കാനുള്ള അയാളും പണിയെടുത്തിന്. അപ്പൊ എന്ന സ്ഥിതിക്ക് നമ്മ ജമ്മ മാപ്പിള എന്ന് എഴുതുമ്പോൾ അത് തെറ്റായി പോകും. ജമ്മ ഇല്ലാത്തവർ ഞാൻ വെറും ജമ്മക്കാർ മാത്രമല്ല, ജമ്മ ഇല്ലാന്നവർക്ക് തോന്നിപ്പോന്ന് വേണ്ട. നമ്മൾ എല്ലാവരും ആരാരും ഇഷ്ടപ്പെടുന്നു, നമ്മളെ ആരാരും ഞാൻ കൊടവ മുസ്ലിം എന്നെ എന്ന് കുറെ മനസ്സാക്ഷി പറയുന്നു, അവരെല്ലാം കൊടവ മുസ്ലിമുകൾ തന്നെ. നമുക്ക് ഒരു നമ്മൾ സ്ട്രെങ്ത് കൊടകിൽ കാട്ടിയിട്ട് എന്തെങ്കിലും ഒരു റിസർവേഷനോ, ഇപ്പൊ തോക്കിനെ പറ്റി പറയുമ്പോൾ കൊടവ മുസ്ലിമുകൾക്കെല്ലാം തോക്കുണ്ട്. തോക്കിന് എക്സാമിഷൻ സർട്ടിഫിക്കറ്റ് വിനായത്തി ഉണ്ട് നമുക്ക്, തോക്ക് കത്തിയെല്ലാം വെക്കാൻ. അത് ആ ബെനിഫിറ്റ് വരെ ഇപ്പോൾ നമുക്ക് ഇപ്പൊ ഭയങ്കര കഷ്ടത്തിനുണ്ട്. തോക്കിന്റെ ലൈസൻസ് ഒന്നും അത്ര പേര് കിട്ടുന്നില്ല, എക്സാമിഷൻ കിട്ടുന്നില്ല. ഇപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ചോദിക്കാൻ കഴിയാത്തൊരു പറയണോ. അങ്ങനെ എന്ത് വിചാരിച്ചിട്ട് പറയുന്നതിന്റെ ഇടക്ക് പറഞ്ഞിട്ട് എല്ലാവർക്കും സന്തോഷം ഉണ്ടായി. ഞങ്ങൾ പണിയെടുത്തിട്ട് ഒരാഴ്ച 10 ദിവസത്തിന്റെ ഉള്ളിൽ എല്ലാ നാട്ടിലേക്ക് ഇത് അറിയിച്ചിട്ട് അങ്ങനെ എഴുതണോ എന്ന് പറയുന്നതിന്റെ മധ്യത്തിൽ ആടെയുള്ള ചില മൊയിലാക്കന്മാർ, ഉസ്താദന്മാർ, വലിയ ഉസ്താദന്മാരെല്ലാം കൂടിയിട്ട് പറയുന്നവരോ ഇല്ല നമ്മൾ സുന്നി എന്ന് എഴുതണോന്ന്. ആക്ച്വലി സുന്നി എന്ന് പറയുന്നത് അതൊരു പങ്കടമല്ല, ഒരു ജാതിയല്ല, ഒരു കമ്മ്യൂണിറ്റി അല്ല. അത് ദുനിയാവിലെല്ലാം ഉള്ളത് തന്നെ. സുന്നി ഷിയ മുമ്പ് തന്നെ ഉണ്ടായത്, സുന്നി ഷിയ തന്നെ ഉണ്ടായത്. ആ പങ്കടത്തിന് അത് ഒരു പങ്കടമായിട്ട് അല്ലെങ്കിൽ ഒരു ജാതിയായിട്ട് പറയാൻ ഒരു നിലക്കും ഇത് യോഗ്യമല്ല. പിന്നെ മൊയിലാമാർ പറയുന്നതെല്ലോ ശരിയെന്ന് നമ്മ സാമാന്യക്കാരൻ നോക്കണല്ലോ. അന്നതിൽ കവിഞ്ഞ് നമ്മ അത് ശരിയെന്ന് പറയാൻ എന്റെ പോലത്തെ എനിക്ക് സാധിക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ള നിങ്ങളെ പോലത്തെ മക്കളല്ലോ എന്ത് വിശ്വസിക്കുന്ന എനിക്കറിയില്ല. അതൊരു പങ്കടോ, അത് സുന്നി സിയ രണ്ടേ ഉള്ളത് ഗ്രൂപ്പ്. ഇപ്പൊ നമ്മള് സുന്നികളല്ലാണ്ടല്ല പറയുന്നത്, നമ്മളെല്ലാം സുന്നികളല്ലേ. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ആരിപ്പോ ഉള്ള ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ സലഫിയെല്ലാം ആരും ഉണ്ടെങ്കിൽ ഒരു ഫിഗർ ഓൺലി ഒരു റൗണ്ട് ഒരു ബെർലണി കേസ്റ്റ് ഉള്ള മാത്രമേ ജനങ്ങളുള്ളൂ. അപ്പൊ എല്ലാവരും സുന്നികളുണ്ട്. പിന്നെ അതിനൊരു ഗ്രൂപ്പിൽ എഴുതിയിട്ട് സുന്നിയാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനിഫികള് സുന്നി എഴുതുവോ? ഇനി സുന്നി എഴുതിയാൽ ഓരോ കൂട്ടം ഞമ്മ കൂടുവോ? നമ്മളെ കൂട്ടാൻ കഴിയുമോ? ഇപ്പൊ ഭാര്യമാർ സുന്നി എഴുതുവോ? ഇനി ഓരൊക്കെ നമ്മൾ കൂടി അങ്ങ് ഞമ്മാവുമോ? നമ്മ ഒരു പങ്കടാണോ, ഒരു ഗ്രൂപ്പാണോ? നമ്മളിപ്പോ കൊടവരെല്ലാം പറയുന്നത് ഇപ്പൊ കൊടകില് ഞങ്ങൾക്കു റിസർവേഷൻ തരണോ, ഞങ്ങൾ ഗുഡ്ഡകാട് ജന, ഗ്രാമപ്രദേശത്തിലുള്ള ജന, ഞങ്ങൾ റൈത്തങ്ക, ഞങ്ങൾക്ക് റിസർവേഷൻ തരണോ എന്ന് പറയുന്ന കാലം ഇത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നാച്ചപ്പൻ എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് റിസർവേഷൻ തരണോ, കൊടകിൽ ഭയങ്കര ഹിന്ദു ജന എന്നെല്ലാം പറയുന്നത്. അത്ര ഫോർവേഡായ ജനങ്ങളും കൂടി അത് ചോദിക്കുന്നു, റിസർവേഷൻ ചോദിക്കുന്നു. അപ്പം നമ്മ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ കൂടിയിട്ട് ചോദിക്കാൻ കഴിയില്ല, ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഇല്ല അടത്തടകളല്ലോ. ഇപ്പൊ മൈലാക്കന്മാരെല്ലാം കൂടിയിട്ടില്ല, എല്ലാ സുന്നി തോന്നണോ, ഇങ്ങനെ എഴുതാൻ പാടില്ല, കൊടവ മുസ്ലിം എന്ന് എഴുതാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ മറ്റെല്ലാം പറഞ്ഞിട്ട് എല്ലാം പബ്ലിസിറ്റി ആക്കിയെന്നെല്ലാം പറഞ്ഞിട്ട് എന്നോട് കുറെ ആൾ ഫോൺ ആക്കിയിട്ട് പറഞ്ഞ് കുറെ വാട്സാപ്പിൽ അയച്ചിന്. ഇപ്പൊ നമ്മൾ ജനങ്ങളെ ജാഗൃതിയാക്കുന്നല്ലാണ്ട് മക്കളെ
ജനങ്ങളെ ജാഗ്രതയാക്കണോ. ജനങ്ങൾക്ക് പിന്നെ നമ്മളെ വീട്ടിലേക്ക് പറഞ്ഞാൽ എല്ലാം ഗ്രാമപ്രദേശത്തിലുള്ള അവർക്ക് സുന്നി എന്ത് അല്ലെങ്കിൽ കുടവ് മുസ്ലിം എന്നെന്ത് ഇതെല്ലാം നമ്മളെ പോലത്തെ ആൾ പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങളെ മക്കൾക്ക് നാളെ എന്തെങ്കിലും ഒരു ഉപകാരമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇതെല്ലാം അതിൻ്റെ ആഫ്റ്റർ ഓൾ ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചത് വെച്ചാൽ ഇതിലിപ്പോൾ പറയാൻ കുറേ ഉണ്ട്. ജനങ്ങളെ മനസ്സിലാക്കാൻ ഒരു വേദിക്കയെല്ലാം ഉണ്ടാക്കിയിട്ട് കുറേ ആളെല്ലാം കൂട്ടിയിട്ട് പറയുമ്പോൾ മൊയിലാക്കന്മാരെല്ലാം എതിര് പറയുമ്പോൾ ഞമ്മ ഇങ്ങനെയല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ മൊയിലാക്കന്മാർക്ക് ബാക്കിനല്ല വില ഉണ്ടാകുന്നത്. നമ്മളെ പോലത്താക്ക് വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലത്തെ എഡ്യൂക്കേറ്റഡ്സും കുറേയെല്ലാം ഇതായിട്ട് അറിയുന്ന ദുനിയാവിനെ പറ്റി അറിയുന്നവർക്കെല്ലാം അറിയാം ഇത് ഞാൻ പറയുന്നത് ശരി തന്നെ. അറിയാത്തവർക്കത് അറിയൂല. ഭയങ്കര വേദനയുണ്ട്. എന്താക്കണമെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇപ്പോൾ ഞാൻ റഫീഖിനോട് മറ്റോടെല്ലാം ഫോണാക്കി പറഞ്ഞിട്ടുണ്ട്, ഒരു വാട്സപ്പ് അയച്ചിട്ടുണ്ട്. നാളെ പേപ്പറിൽ ഇങ്ങനെ ഈ കോൺസെപ്റ്റിൽ തന്നെ ആര് ക്രിട്ടിസൈസ് ആക്കുന്ന വേണ്ട, ആരെയും കൗണ്ടർ ആക്കുന്ന വേണ്ട എന്ന് ഞാൻ പറഞ്ഞത് അവരോടെല്ലാം. അവരെ പറഞ്ഞിട്ടുണ്ടല്ലേ എന്നൊന്നും കൂടി പേപ്പറിൽ ഇന്നും നാളെയെല്ലാം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇല്ല, സുന്നി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പ്, ഒരു പങ്കടമല്ല, അതൊരു ഗ്രൂപ്പാണ്. അത് എഴുതിയുകൊണ്ട് ഒരു റിസർവേഷനോ അല്ലെങ്കിൽ വേറെ ഈ കായിക സിവിക്കൊക്കെ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പബ്ലിഷ് ആക്ക് പേപ്പറിൽ, ശക്തിയിലും മറ്റെല്ലാം പബ്ലിഷ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ പബ്ലിഷ് ആക്കൂ. അല്ലാതെ ഓരങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ കുറ്റം പറയാനോ അങ്ങനെ ഇങ്ങനെ പറയാനോ ആരും മനക്കറുണ്ടാന്ന് പറഞ്ഞു ഞാൻ. നമുക്കത് വേണ്ട. അത് ആള് ചിരിക്കും. നമ്മൾ തന്നെ മൊയിലാമാർ അങ്ങനെ പറയുന്നു, ഇവരിങ്ങനെ പറയുന്നു, അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മളെ മാപ്പിളമാരെ അല്ലെങ്കിൽ മാപ്പിളമാർക്ക് അവിടെ വിലയില്ല. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വലിയ ജാതിക്കാരെല്ലാം നമ്മളെ കുറ്റം പറയും, നമ്മളെ പറഞ്ഞ് ചിരിക്കും എന്നുള്ള നിലക്ക് ക്രിട്ടിസൈസ് ആക്കണ്ട എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ എന്താന്ന് നോക്കാം. ആരെങ്കിലും എത്ര ആട് ഏതിട്ട് നിങ്ങളെ കയ്യിൽ എന്താക്കാൻ കഴിയൂ. ഞാൻ പറഞ്ഞതിൽ സമാധാനം ഉണ്ടെങ്കിൽ അതിൽ സമാധാനം ഉള്ളതിനെ നിങ്ങൾ ആൾക്കാർക്ക് അറിയിച്ചിട്ട് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി പറയൂ. മനസ്സിലായില്ലേ? സുന്നി അല്ലാത്തവരാരുമല്ല, നമ്മളെല്ലാം സുന്നി തന്നെ. അങ്ങനത്തെ ഒരു സുന്നി തന്നെ പിന്നെ സുന്നി എന്തെന്ന് പറയണോ എന്ന് ഒരു സവാല്, ഒരു ക്വസ്റ്റ്യനും കൂടി എല്ലാവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ? സുന്നി അതൊരു പങ്കട അല്ല, ഗ്രൂപ്പ് അല്ലേ അല്ല, അതൊരു ഗ്രൂപ്പ്, അതൊരു ജാതിയല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് മക്കളെ നിങ്ങളെല്ലാം വളരെ ആലോചിച്ചിട്ട്, നിങ്ങളെപ്പോലത്തെ ആളെ നമ്മളെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളെപ്പോലത്തെ ആളെ ആലോചിച്ചിട്ട് ഇനിയെങ്കിലും കൊടകിൽ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി, ഇങ്ങനൊരു ജനാംഗത്തിനെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു മൂല നമ്മളെ ഇറുവിക്ക് എനിക്കെല്ലാം കൂടി നിങ്ങളെല്ലാം പണിയെടുത്തിട്ടെങ്കിൽ ഇനിയും ഒരു തലമുറക്കു നമ്മളവിടെ ഇമ്പ്രൂവ് ആവൂല. നമ്മളിപ്പോ ഈ ഗ്രാമപ്രദേശത്തിൽ ഭൂമി കിടക്കൽ 5 ഏക്കറോ 1/2 ഏക്കറോ 1/4 ഏക്കറോ 3/4 ഏക്കറോ തോട്ടാക്കല്, അതും ഇത് ചെയ്യല്, അങ്ങനെ അല്ലാതെ വേറെ ഒരു ഇംപ്രൂവ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലാട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സാമാജിക ക്ഷേത്രത്താട്ട് അല്ലെങ്കിൽ ശൈക്ഷണികാട്ട് ഒന്നിലും നമ്മളെ മുന്നിലില്ല. നമ്മളെല്ലാം പിന്നിൽ തന്നെ. പിന്നെ ഒറ്റപ്പാടെല്ലാം പോയിട്ട് നിങ്ങളെ പോലത്തെ ആളെ ഇപ്പോൾ പുറത്തെല്ലാം പോയിട്ട് പഠിച്ച ഇപ്പോൾ അർബാസലിനെ പോലത്തെ ആളെ ഡിഗ്രി എല്ലാം പഠിച്ചിട്ട് പോയിട്ട് ആടെ ദുബൈയിൽ പോയിട്ട് കൂടി അനിവാര്യമായിട്ട് പോകേണ്ട വന്ന് പോയി ഈടെ നിന്നാലും ഡിഗ്രി അല്ല, ഇനി ഡബിൾ ഡിഗ്രി PG പഠിച്ചാലും ജോലിയില്ല, കിട്ടുന്നില്ല. അത് വേറെ ഈ റിസർവേഷനുള്ള കമ്മ്യൂണിറ്റിക്ക് കിട്ടും. റിസർവേഷൻ ആർക്കുണ്ട്? ഇവർക്കെല്ലാം SLC പഠിച്ചാലും ഡിഗ്രി പഠിച്ചാലും PUC പഠിച്ചാലും ജോബുണ്ട്. കേരള മുസ്ലിമുകൾക്ക് നിങ്ങൾക്ക് അറിയും പോലെ 12% അവർക്ക് OBCയിൽ റിസർവേഷൻ ഉണ്ട് മക്കളെ. കേരള മുസ്ലിംസിന് നമുക്കെന്താ ഇല്ലാത്തത്? ഈടെയുള്ള മുസ്ലിം B2 ഗ്രൂപ്പിൽ നമുക്ക് റിസർവേഷൻ ഉണ്ട്. അത് എല്ലാവർക്കും ഈടെയുള്ള വലിയ രാജാക്കന്മാർ കിട്ടും പോലെ തന്നെ നമുക്കും കിട്ടല്. അതിൽ നമുക്കൊരു ബെനിഫിറ്റ് ഒന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മൾ എല്ലാത്തിലും ഹിന്ദുളിതവർ തന്നെ. നമ്മൾ ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്നവര്, റൈത്തന്മാര്, കൃഷിക്കാര്, തോട്ടക്കാരെല്ലാം കുറച്ചുള്ളവര് ആർത്ഥികമായിട്ട് ഭയങ്കര മുగ్గട്ടുള്ളവര്, കഷ്ടത്തിലുള്ളവര്, നമ്മളെ പെൺമക്കളെ കെട്ടിക്കാനുള്ള എത്ര കഷ്ടപ്പെടുന്നു നമ്മൾ. നമ്മളെ സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. പുറത്തുള്ളവരൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവരുടെ പരിസ്ഥിതിയും നമ്മളെ സ്ഥിതിയും നോക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പയർ ആക്കി നിങ്ങൾക്ക് അറിയൂ നമ്മൾ ഏത് സ്ഥിതിയിലാണുള്ളതെന്നുള്ളത്. ഇതെല്ലാം ആരോട് പറയുമെന്ന് പറഞ്ഞാൽ സർക്കാരത്തിനോട് പറയണമെങ്കിൽ നമുക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണോ, എന്നിട്ട് പറഞ്ഞാൽ അത് കേൾക്കൂ. അതിന് പോരാട്ടത്തിന് ഒരു ചൈതന്യം ഒരു ചാലന ഉണ്ടാവും. അപ്പൊ അത് ഒരു വായിസാക്ക അങ്ങനെയുള്ള കഴിയുന്ന ഞങ്ങളെ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള എഴുതണോ, ഇങ്ങനെ മീറ്റിങ്ങിലെ കൂട്ടിട്ട് പറയാനുള്ള കാരണം. ഇത് ഇങ്ങനെ മൊയിലാക്കുമാർ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യന്മാരെ തലതിരിച്ചിട്ട് അത് വേറെ എന്തെങ്കിലും ആക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല മക്കളെ. ഇത്ര മാത്രമേ എനിക്ക് ഈ പറയാനുള്ളൂ. ഇതിന് കൂടുതൽ പറയാനൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.